ഒന്നും പറയാല്ല, അടിപൊളി യാത്രയായിരുന്നു. കുറേ ബേഡ്സിനെ കണ്ടു. നല്ല കിടു യാത്രയായിരുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്നത് വാഗമണ്ണിലേക്കാണ്. വെറുമൊരു യാത്രയല്ല, ഞങ്ങൾ ബേഡ്സ് വാച്ചിങ്ങിനായാണ് വാഗമണ്ണ് പോകുന്നത്. അവിടെ ഏതെല്ലാം പക്ഷികളെ കാണാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. വാഗമണ്ണിൽ നിന്നും ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം ഞങ്ങളവിടെ കണ്ടത് ഒരു റെഡ് വാറ്റഡ് ലാപ്പിങ്ങിനെയാണ്. മലയാളത്തിൽ ചെങ്ങണ്ണിത്തിത്തിരി എന്നാണ് ഇവർ വിളിക്കുന്നത്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ചെറിയ കാറ്റും ചെറിയ തണുപ്പൊക്കെയുള്ള കാലാവസ്ഥ. നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയാലോ. തേയിലയുടെ മുകളിലൂടെ നടക്കുന്ന ഒരു റെഡ് വിസ്കേഡ് ബുൾബുളിനെ കണ്ടില്ലേ? വാഗമണ്ണിൽ ഏറ്റവും കൂടുതലുള്ള പക്ഷിയാണ് റെഡ് വിസ്കേഡ് ബുൾബുൾ. ഇവിടെ വന്ന് എവിടെ നോക്കിയാലും ഒരു റെഡ് വിസ്കേഡ് ബുൾബുളിനെ കാണാൻ പറ്റും. അവനേതോ ഭക്ഷണം കണ്ടിട്ട് അതിനെ പിടിക്കാൻ നടക്കുകയാണ്. നല്ല രസമില്ലേ ഈ കാഴ്ച കാണാൻ? തൊട്ടപ്പുറത്ത് തന്നെ റെഡ് വിസ്കേഡ് ബുൾബുളിൻ്റെ ഇണകളിരിക്കുന്ന കണ്ടില്ലേ? കണ്ടോ, അവിടെ രണ്ട് റൂഫസ് ബബ്ലർ ഇരിപ്പുണ്ടേ. കണ്ടാൽ കരിയിലപ്പടച്ച് പോലെ തോന്നും. കരിയിലപ്പടച്ചല്ലാട്ടോ ഇത് ഇന്ത്യൻ റൂഫസ് ബബ്ലറാണ്. മലയാളത്തിൽ ചെഞ്ചിലപ്പൻ എന്നാണ് ഇവർ വിളിക്കാറ്. അവരോട് ഒരു ബുൾബുളും കൂടി ഇരിപ്പുണ്ട്, കണ്ടോ? ഈ കാഴ്ച നോക്കിയേ, എന്തു ഭംഗിയാണെന്ന്. ഇത് കണ്ടോ, ഒരു ഗുഹ പോലെയില്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയാലോ. ശരിക്കും ഒരു ഗുഹ പോലെയില്ലേ? നോക്കിക്കേ. ഇതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഭയങ്കര രസമാണ്. അതിൻ്റെ അത് ഇങ്ങനെ ഒരു വീട് പോലെ, ശരിക്കൊരു വീട് പോലെ. അല്ലടാ, ഇഷ്ടപ്പെട്ടില്ലേ? ഒരു രക്ഷയില്ല, വല്ലാത്തൊരു വൈബ്. ഇതിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ? അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വീണ്ടും നടന്നു. ഞങ്ങൾ അവിടെ ഒരു പൈഡ് ബുഷ് ചാറ്റിനെ കണ്ടു. പൈഡ് ബുഷ് ചാറ്റിൻ്റെ ഫീമെയിൽ ബേർഡാണേ. അവൾ തൂവലൊക്കെ ചീകിയിരിക്കുകയാണ്. എന്ത് രസമല്ല കാണാൻ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പൈഡ് ബുഷ് ചാറ്റിൻ്റെ മെയിലിനെയും കണ്ടു. ഹോ, എന്ത് ഭംഗിയല്ലേ! ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ വല്ലാത്ത സുഖമാണ്. കണ്ടില്ലേ ആ ചില്ലയിൽ ആ ഷൂട്ട്സാരി ഇരിക്കുന്നത്? നല്ല ഭംഗിയല്ലേ ഇവരെ കാണാൻ. നല്ല കാലാവസ്ഥയല്ല? അതെ പാപ്പി. ഞങ്ങളെ കണ്ടപ്പോൾ ഓടി മറയുന്ന ഒരു പാടി ഫീൽഡ് പിപ്പറ്റിനെ കണ്ടോ? വാഗമണിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ട്.
കണ്ടോ? കണ്ടു. ഒരു കുഞ്ഞൻ പക്ഷിനെ കണ്ടോ? ആഷിപ്രനിയ എന്നാണ് അവൻ്റെ പേര്. മലയാളത്തിൽ ഇവരെ കതിർവാലൻ കുരുവി എന്ന് വിളിക്കും. തൊട്ടടുത്തുള്ള ജില്ലയിൽ വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷറിനെയും കണ്ടു. മലയാളത്തിൽ ഇവരെ നമ്മൾ മീൻകൊത്തിച്ചാത്തൻ എന്നാണ് വിളിക്കുന്നത്. ഇവർ ജലത്തിൽ ജീവിക്കുന്ന ജീവികളെ കൂടാതെ ഓന്ത്, അരണ, പുൽച്ചാടികളൊക്കെ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ നിന്ന് മാറി ഇവരെ കാണാറുണ്ട്. അവിടെ ഒരു കുഞ്ഞു കുരുവി ഇരിപ്പുണ്ടേ, നമുക്കൊന്ന് വീഡിയോ പകർത്തി നോക്കാം. അത് പൈഡ് ബുഷ്ടാറ്റിൻ്റെ മെയിലാണേ. തൊട്ടപ്പുറത്തെ ലൈൻ കമ്പിൽ വേറൊരു കിളിയും കൂടി ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഒന്നല്ല 2 പേര് ഇരിപ്പുണ്ട്. അത് ആഷി ഫുഡ്സാലമാണേ. നല്ല രസമില്ല അവരിയ്ക്കുന്ന കാണാൻ. കണ്ടില്ലേ, വേറൊരു ലൈൻ കമ്പിൽ ഡെസ്കി ക്രാക്ക് മാർട്ടിൻ ഇരിക്കുന്നത്. ഇവരെ മലയാളത്തിൽ തവിഴൻ കത്തറക്കിളി എന്നാണ് വിളിക്കുന്നത്. ദൂരെ ഒരാൾ ഇരിപ്പുണ്ട്, കണ്ടോ? ബ്ലാക്ക് വിങ്ഡ് കൈറ്റാണിത്. മലയാളത്തിൽ വെള്ളിയേറിയൻ എന്ന് പറയുന്ന പരുന്താണ്. നല്ല ദൂരത്താണ് അവൻ നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ലോ അവനെ കാണാൻ. ഞങ്ങൾ കുറെ കൂടി യാത്ര ചെയ്തു. ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു. കണ്ടോ ഒരു റെഡ് വെൻറ്റഡ് ബുൾബിൾ ഇരിക്കുന്നത്? കുറച്ച് മണ്ണൊക്കെ മൂടി. അത് പൈഡ് ബുഷ്ടാറ്റിൻ്റെ മെയിലാണ് ഇരിക്കുന്നത്. ഇവനിവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു സംഭവമുണ്ട്. അതൊരു അടിപൊളി കാഴ്ചയാണ്. അവൻ എങ്ങോട്ടാ പോയതെന്നും എന്താ കാഴ്ചയെന്നും ഞാൻ അടുത്ത വീഡിയോ കാണിക്കാവേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.